ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് അഗൈൻ ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. എക്സ്ട്രാ സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാർട്ടിയിലും വിരുന്നുകാരുടെ മുമ്പിലൊക്കെ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി ധൈര്യമായിട്ട് ഷൈൻ ചെയ്യാം. കാരണം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവാം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ സർപ്രൈസ് ഇട്ടെടുക്കാൻ പോവുകയാണ്. ബീറ്റ്റൂട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒന്നുകിൽ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് അരിമണി വറുത്തതും പിന്നെ നിലക്കടല വറുത്തതും. അതിലാദ്യം നമുക്ക് അരിമണി നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ മട്ടരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളതെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി. അരിമണി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത നിലക്കടല വറുത്തെടുക്കാം. ഈ ഡ്രിങ്കിലേക്ക് അരിമണി വറുത്തത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ എല്ലാവരും അരിമണി തന്നെ വറുത്തിട്ടിടണം. ഇനി നമുക്ക് നിലക്കടല വറുത്തെടുക്കാം. ഞാനിവിടെ പ്ലെയിനായിട്ട് വറുത്തെടുക്കുന്നേ ഉള്ളൂ. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഡ്രിങ്കിൽ ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ അതിന് ഉപ്പ് രസമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പ്ലെയിനായിട്ട് വറുത്തെടുത്താൽ മതി. ഇത് വറുത്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കണം. ബീറ്റ്റൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വനില ഐസ്ക്രീമാണ്. പിന്നീട് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡുമാണ്. നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. മധുരത്തിന് മിൽക്ക് മെയ്ഡും ഐസ്ക്രീമും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു തരിപ്പോലും ഇല്ലാണ്ട് അരച്ചെടുക്കണം. ഒന്ന് കുക്ക് ചെയ്തത് കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഡ്രിങ്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യേ ഇല്ല. ടോപ്പിങ്ങിൽ ഒരല്പം കൂടെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിമണിയും കടലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കളർഫുൾ ടേസ്റ്റി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.